കാരശ്ശേരി ബാങ്കിൽ ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള പങ്കെടുത്ത പരിപാടിയുടെ ഫോട്ടോ ഉപയോഗിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതായി ബാങ്ക് അധികൃതർ. മലയോര മേഖലയിലെ പെണ്ണെഴുത്തുകാർക്ക് കാരശ്ശേരി ബാങ്ക് കഴിഞ്ഞ ഒക്ടോബർ 25-ന് ഒരുക്കിയ സ്വീകരണത്തിൽ ഉദ്ഘാടകനായി ഗവർണർ ശ്രീധരൻപിള്ള പങ്കെടുത്ത ഫോട്ടോ ഉപയോഗിച്ചാണ് ചിലർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ബാങ്ക് അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള പങ്കെടുത്ത പരിപാടിയുടെ ഫോട്ടോ ഉപയോഗിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്നതായി ബാങ്ക് അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മലയോര മേഖലയിലെ പെണ്ണെഴുത്തുകാർക്ക് കാരശ്ശേരി ബാങ്ക് ഒക്ടോബർ 25-ാം തീയതി ഒരുക്കിയ സ്വീകരണത്തിലാണ് ഉദ്ഘാടകനായി ഗവർണർ ശ്രീധരൻപിള്ള പങ്കെടുത്തിരുന്നത്. 150-ലേറെ പുസ്തകങ്ങൾ എഴുതിയ സാഹിത്യകാരൻ എന്ന നിലയ്ക്കാണ് ശ്രീധരൻപിള്ളയെ ക്ഷണിച്ചത്. പരിപാടിക്ക് ശേഷം കാരശ്ശേരി ബാങ്കിൻ്റെ ഒരു ഉപഹാരം കൂട്ടരായി ദാമോദരൻ ഗവർണർക്ക് നൽകിയിരുന്നു. എന്നാൽ ബാങ്ക് ബി.ജെ.പി. നേതാവ് കൂട്ടരായി ദാമോദരനെ ആദരിക്കുന്നതായി തെറ്റായ വാർത്ത സൃഷ്ടിക്കുകയും ഗവർണർക്ക് ഉപഹാരം നൽകുന്ന ഫോട്ടോ ദാമോദരന് ഗവർണറാണ് ഉപഹാരം നൽകുന്നത് എന്ന് തെറ്റിദ്ധാരണ വരുത്തും വിധം ഉൾപ്പെടുത്തി മുക്കം ടൗണിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുകയും ഇത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കാരശ്ശേരി ബാങ്ക് ബി.ജെ.പി. നേതാവ് കൂട്ടരായി ദാമോദരനെ ആദരിച്ചിട്ടില്ലെന്നും ഗവർണർ ദാമോദരന് ഉപഹാരം നൽകിയിട്ടില്ലെന്നും ഉപഹാരത്തിലെ ഫോട്ടോ ഗവർണറുടേതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സത്യാവസ്ഥ ആർക്കും ബോധ്യപ്പെടുമെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. തെറ്റായ വാർത്തയുണ്ടാക്കി മനഃപൂർവ്വം കാരശ്ശേരി ബാങ്കിനെയും ഗവർണറെയും അപമാനിക്കാനുള്ള ശ്രമമാണ് ഇതെന്നും ഇതിനെതിരെ കുറ്റക്കാരുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കാരശ്ശേരി ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. മുക്കം യൂണിറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. കാരശ്ശേരി ബാങ്ക് ഒരു ഉപഹാരം ഗോവ ഗവർണർക്ക് കൊടുത്തതാണ്. ആ സംഗതിയുടെ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചിട്ട് തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ അത് പ്രചരിപ്പിക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിക്കും പാർട്ടി വളർത്താനോ ഒന്നും നല്ലൊരു സംഗതിയല്ല. എല്ലാവരുടെയും സഹകരണത്തോട് പ്രവർത്തിക്കുന്നൊരു ബാങ്കാണ്. ഒരു പാർട്ടിയെ വളർത്താൻ വേണ്ടി ബാങ്ക് നിൽക്കുന്നുമില്ല. അപ്പോൾ ഇത് തെറ്റായ വാർത്ത കൊടുത്ത് അവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നത് ക്രിമിനൽ ഒഫൻസുമാണ്. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് ജനറൽ മാനേജർ എം ധനീഷ്, ഡയറക്ടർമാരായ വിനോദ് പുത്രശ്ശേരി, ഇമ്മാനുവൽ കാക്കക്കൂടുങ്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.